നമുക്ക് ധാരാളം വാഹനങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്. പല വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ പോലും കഥകൾ നമ്മൾ കേട്ടാണ് ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നത്. എന്നാൽ സാധാരണ മലയാളിക്ക് അധികം അറിവില്ലാത്തൊരു വാഹനമുണ്ട്. കടലിനടിയിലൂടെ പോകുന്ന അന്തർവാഹിനികൾ. അതൊരു സാധാരണ പൗരന് അതിലേക്ക് കയറേണ്ട ഒരാവശ്യമില്ല. അതൊരു യുദ്ധവാഹനമാണ്, യുദ്ധ ഉപകരണമാണ്. ഒരു അന്തർവാഹിനിയിൽ ദീർഘകാലം ക്യാപ്റ്റനായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മുടെ അതിഥി, കമാൻഡർ രാജേഷ് രാംകുമാർ. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അന്തർവാഹിനി ജീവിതാനുഭവങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം. താങ്ക് യു. ഹാപ്പി ടു ബി ഹിയർ. എത്ര കാലം ഉണ്ടായിരുന്നു ഈ അന്തർവാഹിനിയിലെ ജീവിതം? 23 കൊല്ലം. ഈ 23 കൊല്ലത്തിലെ എത്ര സമയം അന്തർവാഹിനിക്കകത്ത് ചെലവഴിച്ചിട്ടുണ്ടാവും? ഒട്ടുമിക്കവാറും 23 years. അതായത് കടലിനടിയിലായിരുന്നു ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് പ്രധാന കാലമെല്ലാം, അല്ലേ? അതെ. ഈ കടലിനടിയിലെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടില്ലേ? അല്ലെങ്കിൽ നമ്മൾ കടലിനടിയിലാണ്, ഒരു പെട്ടിക്കകത്താണ് എന്നുള്ളൊരു തോന്നൽ, ഒരു മാനസിക പ്രശ്നം ചിലർക്കെങ്കിലും ഉണ്ടാക്കില്ലേ? എനിക്കത് കുട്ടിക്കാലം മുതൽ ഒരു മുങ്ങിക്കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആവണമെന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ 23 കൊല്ലം എങ്ങനെ കഴിഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞു പോലുമില്ല. അത് വേണ്ടി വന്നാൽ ഇനിയും പിടിച്ച് അന്തർവാഹിനിയിൽ ഇട്ടാൽ ശിഷ്ടകാലം ജീവിക്കാൻ തയ്യാറാണ്. സന്തോഷം. ഈ അന്തർവാഹിനി ഈ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരില്ലേ? അതെ. അതോ കുറച്ച് സമയമൊക്കെ കടലിൻ്റെ മുകളിലേക്ക് വന്നാണോ കിടക്കുക? ഇതെങ്ങനെയാണ് ഒരു അന്തർവാഹിനിയുടെ ഒരു സാധാരണ ജീവിതക്രമം? അന്തർവാഹിനി പഴയ കാലത്തൊക്കെ അന്തർവാഹിനി പല സമയത്തും സബ്മറീൻ സർഫസിലായിരിക്കും. പിന്നെ ആവശ്യമുള്ള സമയത്താണ് അത് ഡൈവ് ചെയ്യുക. അപ്പോൾ കൂടുതലും സബ്മേഴ്സിബിൾ ആയിരുന്നു. ഇപ്പൊ സബ്മറീനാണ്. സബ്മറീൻ വെച്ചാൽ ഒട്ടുമിക്കവാറും സമയം കടലിന്റെ അടിയിലാണ്. അപ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് അത് പൊങ്ങി വരുള്ളൂ. ഫുള്ളായിട്ട് സർഫസ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ രണ്ട് ക്ലാസസ് ഓഫ് സബ്മറീൻ. ഇപ്പോൾ ഒന്ന് ന്യൂക്ലിയർ സബ്മറീൻസ്, ഒന്ന് ഡീസൽ ഇലക്ട്രിക് കൺവെൻഷണൽ പവർഡ് സബ്മറീൻസ്. ഇപ്പോൾ ന്യൂക്ലിയർ പവർഡ് സബ്മറീനിന് മേ ബി അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ സിറ്റുവേഷൻ ഗേജ് ചെയ്യാനോ അതോ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റിന് വേണ്ടി മാത്രം കടലിലെ സർഫസിൻ്റെ അടുത്ത് എത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പെരിസ്കോപ്പോ അല്ലെങ്കിൽ ആൻറ്റനയോ എന്തെങ്കിലും ഉപയോഗിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ വിഷ്വലി സർവൈലൻസ് നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഡീസൽ ഇലക്ട്രിക് കൺവെൻഷണൽ ബോട്ട് ആണെങ്കിൽ അവർക്ക് ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കടലിന്റെ സർഫസിന്റെ അടുത്ത് വന്നിട്ട് അവരൊരു സ്നോക്കൽ എന്നൊരു സാധനമുണ്ട്, ഒരു ട്യൂബാണ്, അത് മുകളിലോട്ടിടും. അതിന് ത്രൂ ആയിട്ട് എയർ അകത്തോട്ട് വരും, ഡീസൽസ് റൺ ചെയ്യും, ആ ഡീസൽസ് ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ബാറ്ററി ഫുൾ ആയ ശേഷം പിന്നെ താഴത്തോട്ട് പോകും. ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം ഇതാണ്. ഇങ്ങനെ ദീർഘകാലം ഇപ്പോഴത്തെ അന്തർവാഹിനികളൊക്കെ മിക്കവാറും വെള്ളത്തിനടിയിലാണ് കൂടുതൽ സമയം എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഓക്സിജൻ വേണ്ടേ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണ് ഈ ഓക്സിജൻ സംഭരിക്കുന്നത്? അല്ലെങ്കിൽ എത്ര കാലത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്യും ഇതിനകത്ത്? അതോ അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടോ ഓക്സിജൻ? ഈ ന്യൂക്ലിയർ പവർഡ് ബോട്ട്സിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അൺലിമിറ്റഡ് സപ്ലൈ ആണ് അതിനൊക്കെ. അപ്പോൾ അങ്ങനെ ഓക്സിജൻ റൺ ഔട്ട് ചെയ്യില്ല ഒരു ന്യൂക്ലിയർ ബോട്ടിൽ. അഫ്കോഴ്സ് ഈ കൺവെൻഷണൽ പവർഡ് ബോട്ടിൽ ഞങ്ങൾ അറ്റ്മോസ്ഫിയറിക്സ് അത് വളരെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഓക്സിജൻ പെർസെൻറ്റേജ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഒരു 10-15 ഗ്യാസസ് ഞങ്ങൾ എപ്പോഴും മോണിറ്റർ കൊണ്ടിരിക്കും. അപ്പോൾ പ്രൊലോങ് ഡൈവ്സിൽ ചില താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ സപ്പോസ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് കുറച്ച് കൂടി അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കെമിക്കൽ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഓക്സിജൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. പക്ഷെ അതും വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഓക്സിജൻ പെർസെൻറ്റേജ് ഒരു ലിമിറ്റിന് മുകളിലാണെങ്കിൽ ഇറ്റ് ക്യാൻ എയ്ഡ് ഫയർ. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ഞങ്ങൾ അറ്റ്മോസ്ഫിയറിക്സ് ശ്രദ്ധിക്കുന്നത്. അതായത് മറ്റേത് വാഹനത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു സാധാരണ കപ്പലിനേക്കാൾ ഉള്ള പ്രധാന വ്യത്യാസം ഈ നിരീക്ഷണം തന്നെ ആയിരിക്കുമല്ലോ ഒരു പരിധിവരെ, അല്ലേ? ഞങ്ങൾ എപ്പോഴും എല്ലാ കണ്ടീഷൻസും ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കടലിൻ്റെ അടിയിൽ എത്ര ആഴത്തിൽ വരെയാണ് സാധാരണ സബ്മറൈൻ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റേഷൻ ചെയ്യുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുന്നത്? ഏത് സബ്മറീനറോടും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നുണ പറയത്. അതാരും പറഞ്ഞു തരില്ല. പക്ഷേ ഒട്ടുമിക്കവാറും മിലിറ്ററി സബ്മറീൻസ് ഒരു 300-400 മീറ്റേഴ്സ് താഴത്തോട്ട് പോകും. അത്ര മതി. കാരണം അത് ആ ഡെപ്തിൽ തന്നെ അതിൻ്റെ സ്റ്റെൽത്ത്, അതിൻ്റെ ഒപ്പാസിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത്
മറ്റ് ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധയിൽപ്പെടാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രധാന ഉദ്ദേശം അല്ലേ, ഈ അടിയിൽ കൂടെ പോകുന്നതിൻ്റെ. കറക്റ്റ്, സ്റ്റെൽത്ത് ആണ് ഏറ്റവും. അതെ അതെ. നിങ്ങളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരു സബ്മറൈനിലേക്കുള്ള ജോലിക്കായിട്ടാണോ റിക്രൂട്ട് ചെയ്യുന്നത്, അതോ നേവിയിലേക്കുള്ള ഒരു സാധാരണ ഗതിയിൽ ഓഫീസേഴ്സിൻ്റെ കാറ്റഗറിയിലേക്ക് റിക്രൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്? സബ്രീൻ ചില സ്പെസിഫിക് ആംസ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ് നേവിയിൽ വോളണ്ടറി ആണ്. അപ്പോൾ അതിൽ സബ്രീനും വോളണ്ടറി ആമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു നേവൽ ഓഫീസറായിരിക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ഞാൻ തയ്യാറാണ് ഇന്ന ജോലിക്ക്, അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേവൽ അക്കാഡമി ജോയിൻ ചെയ്യുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ്സ് അപ്പം തന്നെ അവർ തിരിച്ചു തരും. പക്ഷെ സബ്രീൻ ഒരു സബ് ലെഫ്റ്റനന്റ് ആയിരിക്കുമ്പോഴാണ് ഒരു വോളണ്ടിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ വോളണ്ടിയർ ചെയ്താലും അത് അവർ നമ്മളുടെ പ്രീവിയസ് പെർഫോമൻസസും അക്കാഡമിക് പെർഫോമൻസും ഒക്കെ നോക്കിയിട്ട് അവർ സബ്മറീൻ ട്രെയിനിങ്ങിന് വിളിക്കും. അത് ഫുൾ അക്കാഡമിക് ട്രെയിനിങ് ആണ്. അതെവിടെയാണ് ഇന്ത്യയിൽ? അത് വൈസാഗിലാണ്, വിശാഖപട്ടണത്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ എസ്കേപ്പ് ട്രെയിനിങ് സ്കൂളുണ്ട്. സബ്മറീനകത്ത് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്, ബേസിക് ഡൈവിങ്, അത് മുഴുവൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ മുങ്ങിക്കപ്പലിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഓരോ സ്റ്റേജും കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത് അങ്ങനെ ഒരു 1.5-2 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി കിട്ടുക. അപ്പം നിങ്ങൾ ഈ കടന്നു പോകുന്ന പരിശീലനങ്ങൾ ഒരു സബ്മറൈനിനകത്തെ വിവിധ പ്രവർത്തനങ്ങളുടെ അതിൽ പ്രവർത്തിക്കാനുള്ള പരിശീലനമാണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഒരു സബ്മറൈനിലെ ഇലക്ട്രീഷ്യൻ പോലും നിങ്ങളെപ്പോലെ ഒരു കയറി വന്ന ഒരാളായിരിക്കും, അല്ലാതെ ഒരു ഇലക്ട്രീഷ്യനെ ഡയറക്റ്റ് അതിനകത്തേക്ക് ഡിപ്ലോയ് ചെയ്യില്ലല്ലോ. അപ്പോൾ അവിടുത്തെ നേവിയിലെ മറ്റു പരിശീലനമൊക്കെ കിട്ടിയ ഒരു ഓഫീസറോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളോ ആയിരിക്കും അവിടുത്തെ എയർ കണ്ടീഷണറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വായു പാരാമീറ്റേഴ്സ് നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥനോ വരെയായിട്ട് മാറുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഒരു സബ്മറൈനകത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ പരിശീലനങ്ങൾ, എന്തൊക്കെ വിഭാഗങ്ങളുടെ പരിശീലനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്? ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ഓഫീസർ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്ത് ഞങ്ങൾ ക്രോസ് ട്രെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ ഏതൊക്കെയായിരിക്കും? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ജനറൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ സബ്മറീൻ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ. സബ്മറീൻ ഒരു മനുഷ്യൻ ഉണ്ടാക്കിക്കണ വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ്, ഏറ്റവും ഇൻറ്റൻസീവ് ഒരു എൻജിനീയറിങ് ഒരു ഫീറ്റാണത് ഒരു സബ്മറീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റംസിനെ പറ്റി പഠിക്കുകയാണ് ആദ്യത്തെ ഓൺ ബോർഡ് ഈ നമ്മുടെ സബ്മറീൻ ട്രെയിനിങ് സ്കൂളിലും ആദ്യത്തെ ഫേസ് സബ്മറീനിലുള്ളപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, എൻജിനീയറിംഗ്, വെപ്പൺസ്, കമ്മ്യൂണിക്കേഷൻസ്, നാവിഗേഷൻ, അണ്ടർ വാട്ടർ അക്കൂസ്റ്റിക്സ്, ഈ സെൻസേഴ്സ്. പിന്നെ നമ്മളുടെ യങ് സബ്മറീനറിന് ഈ സബ്മറീനകത്തുള്ള ജീവിതം പഠിപ്പിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ സർവൈവ് മാത്രമല്ല സേഫായിട്ട് എങ്ങനെയാണ് ഇത് ഈ സിസ്റ്റമിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യണമെന്ന്, ഈ ആൾക്കാരെയും സിസ്റ്റത്തിനെയും. ഇത് ഒരു ഫൈൻ ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിനകത്തേക്ക് ആ യങ് ഓഫീസറിനെ അബ്സോർബ് ചെയ്യണം. അതാണ് ആദ്യത്തെ ആ ക്യാപ്റ്റന്റെ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരു സബ്മറൈനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഒരേ സമയം ഒരു ദിവസം നടക്കുന്നുണ്ടാവും? നമ്മളിപ്പോൾ ഒരു സബ്മറീൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പിന്ന് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ സബ്മറീൻ്റെ മുമ്പിൽ സൊണാറായിരിക്കും, ചില ഒരു വലിയ സെൻസർ ആയിരിക്കും. അപ്പോൾ ആ സെൻസറിന്റെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഈ സൊണാർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, അത് വലിയ ഇയർഫോൺസ് ആണ്. അതായത് തരംഗങ്ങൾ കണ്ടുപിടിക്കുക, കടലിനടിയിൽ കൂടെ വരുന്ന തരംഗങ്ങൾ അത് പിടിച്ചെടുക്കുക. അപ്പൊ അത് ലിസൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഈ സോണാർ നമ്മൾ ലിസൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് മറ്റേതെങ്കിലും ശത്രു വാഹനങ്ങളോ മറ്റ് ഇത്തരത്തിലുള്ള സബ്മറൈൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണോ, അതോ ഈ കടലിൻ്റെ അടിത്തട്ടിലെ ആഴം, അവിടെയുള്ള മറ്റ് തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടിക്കില്ല? എന്താ അതിൻ്റെ ഉദ്ദേശം ഈ സോണാറിൻ്റെ? സോണാർ എന്ന് വെച്ചാൽ ഒരു വലിയൊരു എന്താണ് ഒരു മൈക്രോഫോണാണ്. മൈക്രോഫോൺ ആരെയാണ്. ആരെ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് മൈക്രോഫോൺസ് ആണ്. വളരെ സെൻസിറ്റീവ് ആണ്. ഞങ്ങളിപ്പോൾ കടലിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ്. പുറത്തൊന്നും കാണില്ല.
ഞങ്ങൾക്ക് വിൻഡോസ് ഇല്ല. അപ്പോൾ ഹെഡ്ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. ഹെഡ്ലൈറ്റ്സ് ഒന്നും ഇല്ല, പുറത്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതിന്റെ അത്ര ഒപ്പേക്കാണ്, അത്ര ഇരുട്ടാണല്ലേ. ഈ 300 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ടാവുമോ കടലടി? അത് നമ്മളുടെ ഓഷ്യൻസിൽ തന്നെ ഒരു 40 മീറ്ററോ 50 മീറ്ററോ പോയി കഴിഞ്ഞാൽ ഒരു 80% ലൈറ്റ് പോവും. പിന്നെ ഒരു 100 മീറ്റേഴ്സ് ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്കി ഡാർക്ക് ആയിരിക്കും, ഫുൾ ഡാർക്ക്നെസ്. അപ്പോൾ ഈ കടലിനടിയിൽ റേഡാർ ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പെനിട്രേറ്റ് ചെയ്യില്ല. ഇപ്പൊ ഈ സെൽഫോണിന്റെ ഒക്കെ സിഗ്നൽ അത് പെനിട്രേറ്റ് ചെയ്യില്ല. ഒരു സാധനം മാത്രം നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും, അത് സൗണ്ട് വേവ്സ് ആണ്. അപ്പൊ ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഞങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെന്താ ചെയ്യുക, സബ്രീനേഴ്സ് എന്താ ചെയ്യുക, അത് സ്റ്റെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ കേൾക്കുകയുള്ളൂ. അപ്പോൾ കണ്ണ് കാണില്ല, പക്ഷെ ഞങ്ങൾ ചെവി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് പിക്കപ്പ് മാത്രമല്ല, ഇതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര ഹൈ ടെക് പ്രോസസ്സിംഗ് ആണ്. പലതരം സിഗ്നൽസ്, പലതരം ഫ്രീക്വൻസീസ്, പല സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ്, ബ്രോഡ് ബാൻഡ്, നാരോ ബാൻഡ്, ഡിസ്ക്രീറ്റ്സ്, അങ്ങനെ പല തരത്തിലുള്ള സിഗ്നൽസും സ്പെക്ട്രവും അത് ഞങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ അറിയാം. അതിൻ്റെ കൂടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൊണാർ സൊണാർ സെയിലേഴ്സ് എക്സ്പേർട്സ് ഉണ്ടാവും. അത് അതായത് ഈ സോണാർ പിടിച്ചെടുക്കുന്ന ഓരോ തരം ശബ്ദത്തെയും അനലൈസ് ചെയ്ത് അത് എന്തിൻ്റെ ആണെന്നും എത്ര അകലത്ത് നിന്നാണെന്നും ഇതിനെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പേർട്ടാണ് ഈ പാനലിലിരിക്കുന്നത്. അതെ, അതിൻ്റെ കൂടെ അതിൻ്റെ കമാൻഡ് ടീമും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ഒരു ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിറ്റക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമോ. അപ്പോൾ അത് സൊണാർ. അപ്പോൾ അതുണ്ടാവും, അതാണ് ഏറ്റവും ഫ്രണ്ടിൽ. അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെപ്പൺസിന്റെ ആൾക്കാരുണ്ടാവും. വെപ്പൺ കണ്ടിന്യൂസ് മെയിൻ്റെനൻസ് ഒരു മിസൈൽസ് ഉണ്ടാവും, ടോർപിഡോസ് ഉണ്ടാവും. ഈ ടോർപിഡോസ് ഒക്കെ ഇപ്പോഴും ഉപയോഗത്തിലുള്ള ആയുധമാണോ? ഓഫ് കോഴ്സ്. ടോർപിഡോ എന്ന് വെച്ചാൽ വേൾഡിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ് ആണ്. ഇപ്പോൾ അത് കൂടുതലും ഈ കപ്പലുകളിൽ നിന്നും ഇത്തരം അന്തർവാഹിനികളിൽ നിന്നും, അതോ അന്തർവാഹിനികളിൽ നിന്നും മാത്രമാണോ കൂടുതൽ? ഏറ്റവും അഡ്വാൻസ് ടോർപിഡോസ് അന്തർവാഹിനിയുടെ ടോർപിഡോസ് ആണ്. അതായത് ഈ ടോർപിഡോ ഉപയോഗിക്കുന്ന കൂടുതലും ഒരു കപ്പലിനെ അല്ലെ ജലവാഹനത്തിനെ തകർക്കാനല്ലേ? അതെ. അപ്പോൾ ടോർപിഡോ ഉപയോഗിക്കുന്നത് ഒരു സബ്മറീൻ, ഒരു ഷിപ്പിനെ തകർക്കാനാണ്. ആൻഡ് ഒരു ടോർപിഡോ എന്ന് വെച്ചാൽ ഒരു മാസീവ് സാധനമാണ്, ചെറുതെന്നല്ല, ഒരു മിസൈൽ പോലെ തന്നെയാണ്. അതെ, പക്ഷെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിന് തന്നെ ഒരു ബ്രെയിൻ ഉണ്ട്. പല ടോർപിഡോസിനും ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ഉണ്ടാവും. കേബിളിൽ കണക്റ്റഡ് ആണ്. സബ്രീന്റെ മെയിൻ കമ്പ്യൂട്ടേഴ്സ് കൂടുതൽ ആക്യുറേറ്റ് ആണ് ഇതിന്റെ മൂവ്മെന്റ്സും അതിന്റെ പ്രവർത്തനം അല്ലേ. ടോർപിഡോനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ടോർപിഡോയുടെ തന്നെ നല്ലൊരു ബ്രെയിൻ ടോർപിഡോന് അകത്തുണ്ട്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയ ഇന്റലിജന്റ് ആയ ടോർപിഡോകളാണ്. പൊതുവേ നമ്മളിപ്പോ ഈ ആയുധങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ടാങ്കുകൾ അല്ലെങ്കിൽ ഗണ്ണുകൾ, പുതിയ തരം ഗണ്ണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ, ഇതിൻ്റെയൊക്കെ പുതിയ വളർച്ചയും ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയാറുള്ളൂ വാർത്തകളിൽ. ഈ ടോർപിഡോ പുതിയ ഒരു ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തതൊന്നും ഒരിക്കലും വാർത്തകളിൽ വരാറില്ല. അത് നിങ്ങളുടെ ഒരു രഹസ്യമായതുകൊണ്ടാണോ? അതെ, കാരണം പല അഡ്വാൻസ് ടോർപിഡോസിൻ്റെയും പല ഡേറ്റയും സ്പെസിഫിക്കേഷൻസും ആർക്കും അറിയില്ല. അത് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാറില്ല. ഇതിന് വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. കാരണം ഇത്രയും ഒരു 21 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു ടോർപിഡോനകത്തുള്ള ഇലക്ട്രോണിക്സും വാർഹെഡും ഇറ്റ് ഇസ് ഭയങ്കര പവർഫുൾ ഒരു സാധനമാണ്. ആൻഡ് അത് വളരെ ക്ലോസ്ലി ഹെൽഡ് ഒരു സീക്രട്സ് ആണ്. അതൊക്കെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ സൂക്ഷിക്കും. യെസ്. അപ്പോൾ അത് വളരെ സീക്രട്ട്. പിന്നെ ഈ ആയുധങ്ങളുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്താണ് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കമാൻഡ് ഈ കൺട്രോൾ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ സബ്രീനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. അതിന്റെ ഡെപ്ത്, അതിന്റെ ട്രിം, അതിന്റെ ഒരു കൺട്രോൾ റൂമാണ്. പിന്നെ അല്ലേ, അവിടെ എക്സ്പേർട്സ് ആയ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുണ്ടാവും. 24 hours അത് മാനേജ്. അതിന്റെ സബ്രീൻ ട്രിം എന്ന് പറയും. ഈ ട്രിം എന്ന് വെച്ചാൽ സബ്രീന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. കാരണം ഇതിന്റെ പവർ, ബാറ്ററി സ്റ്റോറേജ്, ഡീസൽ ഇലക്ട്രിക് ബോട്ട്സ് ആണെങ്കിൽ അതിന്റെ ബാറ്ററി മാനേജ്മെന്റിന് ആൾക്കാരുണ്ട്.
പിന്നെ ഈ സബ്രീൻ്റെ ട്രിമ്മിൻ്റെ ബാലസ്റ്റ് പമ്പ് മാൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ റൂമിൽ ആൾക്കാരുണ്ട്. ഡീസൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാർ, അതിന് റൺ ചെയ്യാൻ ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്യൂവൽ നിങ്ങൾ എത്ര ശേഖരിക്കേണ്ടി വരും? അത് തന്നെ വലിയൊരു കപ്പാസിറ്റി, വലിയൊരു ക്വാണ്ടിറ്റി ഫ്യൂവൽ സൂക്ഷിക്കണ്ടേ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ ഞാൻ നിങ്ങൾ ഈ ബോട്ട് എന്നാണോ ഇവനെ വിളിക്കുന്നത്? എപ്പോഴും ഒരു സബ്രീൻ ഒരു ബോട്ടാണ്. ഓ അത് ശരി. പക്ഷെ അവന്റെ ഗ്രേഡ് ഇച്ചിരി കുറച്ചതുപോലെ തോന്നുന്നു അത് കേൾക്കുമ്പോൾ. ഒരു ന്യൂക്ലിയർ ബോട്ട് എന്ന് വെച്ചാൽ അതിനകത്തുള്ള വെപ്പൺ, ഒരു വെപ്പൺ പേലോഡ് സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ച എക്സ്പ്ലോസീവ് പവറിനേക്കാളും കൂടുതലാണ് മൊത്തം ഉപയോഗിച്ചതിനേക്കാൾ. ഒറ്റ ബോട്ടിൽ, ഒറ്റ സബ്മറീനിൽ അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ഇന്ത്യയുടേതും അങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ അതിന്റെ പ്രോഗ്രാം മെച്ചൂർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേറെ, അപ്പൊ ഇവൻ ഈ തീരത്തെങ്ങാനും വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ അപകടമല്ലേ? അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ആൾക്കാരെ അതിനകത്ത് അയക്കണേ. അപ്പോൾ ഈ ഫ്യൂൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ ഫ്യൂവൽ പുറത്തായിരിക്കും, പ്രഷർ ഹളിന്റെ പുറത്തായിരിക്കും. എന്നിട്ട് അത് ശരിക്കും ഇറ്റ് ഇസ് ഫ്യൂവൽ, ഡീസല് ശരിക്കും സീ വാട്ടറിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ശരിക്കും സീ വാട്ടറിന്റെ പ്രഷറാണ് ഇതിനെ ആ ബാലസ്റ്റ് ടാങ്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്യൂവൽ തീരുന്ന അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് റീഫ്യൂവൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡീസൽ നിറയ്ക്കുന്നതിനകത്ത്? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഒരു സിസ്റ്റമാണ് ഫ്യൂൽ സിസ്റ്റം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഫ്യൂവൽ നിറയ്ക്കാൻ തീരത്തടുപ്പിക്കുകയാണോ അതോ എല്ലാവരും കൊണ്ടുവരാം? അതെ, ഫ്യൂവല് നടക്കണമെങ്കിൽ, ഇപ്പോൾ ഡീസൽ നടക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഡീസൽ ഉപയോഗിക്കണം. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ ഹാർബറിലാണ് നടക്കുക. പക്ഷേ ന്യൂക്ലിയർ ബോട്ടാണെങ്കിൽ ഇതിൻ്റെ കോർ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂക്ലിയർ ബോട്ട്സിൽ ഫ്യൂൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 10-35 കൊല്ലം അത് ഓടിക്കോളും. അതിൻ്റെ കോറ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും സബ്മറീൻ ഉണ്ടാക്കുമ്പോൾ അത് ആ കോർ വെച്ചിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് 35 കൊല്ലത്തേക്ക് എൻഡ് ഓഫ് ദി ലൈഫ്. അപ്പോൾ അതാണ് ന്യൂക്ലിയർ ബോട്ടിൻ്റെ ഗുണം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സബ്മറൈൻ്റെ എഞ്ചിൻ, ഈ എഞ്ചിന് ഡീസൽ എഞ്ചിനാണ്. അത് എത്ര എഞ്ചിൻ ഉണ്ടാവും ഒരു സാധാരണ? ഒരു ഡീസൽ ചിലപ്പോൾ 4 എണ്ണം ഉണ്ടാവും, ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവും. അത് എങ്ങനെ പലതരം കോമ്പിനേഷനിൽ ഓടിക്കാൻ പറ്റും. ഈ ബേസിക്കലി എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററാണ്. ഈ ജനറേറ്റർ വെച്ചിട്ടാണ് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ ഈ റോഡിൽ കാണുന്ന ഹൈബ്രിഡ് കാർസ് ഒക്കെ ഇല്ലേ, എക്സാക്ട് സെയിം ആണ്. അതായത് നേരിട്ട് എഞ്ചിനിൽ നിന്ന് ഇതിനെ ഓടിക്കുകയല്ല ചെയ്യുന്നത്, വൈദ്യുതി ഉണ്ടാക്കിയിട്ട് വൈദ്യുതി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് പോയിട്ട് അപ്പൊ നെക്സ്റ്റ് മോട്ടറാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് കാറിന്റെ അതേ സിസ്റ്റം. എക്സാക്ട്ലി. ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഞാൻ EV ഓടിച്ച ആളാണ് കടലിനടി കൂടെ. അതെ. പക്ഷെ ന്യൂക്ലിയർ ബോട്ടിൽ അങ്ങനെയല്ല. ന്യൂക്ലിയർ ബോട്ടിൽ കോറിന്റെ ഹീറ്റ് അത് വെച്ചിട്ട് സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീം ടർബൈനിനെ തിരിച്ച് അതൊരു റിഡക്ഷൻ ഗിയറിനകത്ത് കൂടെ പോയി അതാണ് ഷാഫ്റ്റ് ടേൺ ചെയ്യുക. എന്നിട്ട് അത് പ്രൊപ്പല്ലർ ടേൺ ചെയ്യുമ്പോൾ സബ്മറീൻ മുമ്പിലോട്ട് പോകും. ഇതിനകത്ത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ എവിടെയാ? അത് പല സെക്ഷൻസിലാണ് താമസം. അത് ഈ ചെറിയ നമ്മളിപ്പോൾ 3rd AC ഇല്ലേ, അത് ഒരു ലക്ഷറി വെച്ചാൽ മതി. അതിനേക്കാളും വളരെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. ചില അമേരിക്കൻ ന്യൂക്ലിയർ ബോട്ട്സിൽ വരെ നമുക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് ടേൺ ചെയ്യാൻ വിഷമമായിരിക്കും. അത്ര ഹൈറ്റ് കുറഞ്ഞായിരിക്കും, ഇങ്ങനെ അടുക്കി നിറച്ച് കിടത്തിരിക്കുക. പിന്നെ നാടൻ ഭാഷ പറഞ്ഞ മത്തി അടുക്കുക പോലെ എന്ന് പറയും. അതെ, അത് കുറച്ച് ഭേദമായിരിക്കും. അപ്പോൾ പിന്നെ സബ്മറീൻസിൽ എല്ലാവർക്കും ബെഡ് വേണം എന്നില്ല. അപ്പൊ കാരണം സബ്മറീനിനകത്ത് ഹോളിഡേ എന്നൊരു പരിപാടി ഇല്ലല്ലോ, എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ വേറൊരാൾ ആ കട്ടിലേ കിടക്കും. കറക്റ്റ്, കട്ടിലല്ല ആ കിടക്കുന്ന പൊത്തിൽ. അതെ. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചില വലിയ ബോട്ട്സിൽ നമുക്കൊരു ചെറിയൊരു സ്ഥലം ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് സൗകര്യം കൂടുതൽ കിട്ടും. അപ്പോൾ ക്യാപ്റ്റന് ഒരു ചെറിയൊരു റൂം കിട്ടും. അപ്പോൾ അത് അങ്ങേര് അദ്ദേഹം ഒരു കുറേ കൊല്ലം എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു മുറി കിട്ടുക. വേറെ ഒരു പ്രിവിലേജും ഇല്ല. പ്രിവിലേജ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ടോയ്ലറ്റ്സ് ഒക്കെ കോമൺ ആണ്.
ഒറ്റ പ്രിവിലേജേ ഉള്ളൂ. ക്യാപ്റ്റൻ ടോയ്ലറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തൊരു ബോർഡ് തൂക്കിയിടും, ക്യാപ്റ്റൻ ഇൻസൈഡ് ഡു നോട്ട് നോക്ക്. ചില ക്യാപ്റ്റൻ അകത്തുണ്ട്, നോക്ക് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ആ പ്രിവിലേജ് അല്ലാണ്ട് ക്യാപ്റ്റന് ഒരു പ്രിവിലേജ് ഇല്ല. ഈ സാധാരണഗതിയിൽ താങ്കൾ ജോലി ചെയ്ത സബ്മറൈനുകളിലൊക്കെ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് എത്ര ആളുകളാണ് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സബ്മറീനകത്ത് ഒരു 63-65 പേരുണ്ടാവും. ഈ 63 പേര് 3 ഷിഫ്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അത് പല സന്ദർഭങ്ങളിൽ പലതും മാറി മാറി വരും. പക്ഷെ നോർമൽ ഇപ്പൊ ഞങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും, 3 or 4, പക്ഷെ 3 ആയിരിക്കും. ശരി, പ്രധാനമായിട്ടും. അപ്പോൾ ഒരു 20-25 പേർക്ക് ഉറങ്ങാനുള്ള ഫെസിലിറ്റി മതി. പക്ഷെ എന്റെ സബ്രീനിൽ കുറേയും കൂടി ഉണ്ടായിരുന്നു, സമയം ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാൻ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 63 ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ചെറിയൊരു എഡിഷൻ വരും. ട്രെയിനീസിനെ കൊണ്ടുപോകും ഞങ്ങൾ. അപ്പോൾ ട്രെയിനീസിനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ചിലപ്പോൾ അത് ഒരു 80 പേരായിരിക്കും, 90 പേരായിരിക്കും. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് സെയിലിംഗ് കുറേ ട്രെയിനീസ് ഉണ്ടെങ്കിൽ 10-100 പേരുണ്ടാവും ഓൺ ബോർഡ്. അപ്പോൾ അവരുടെ അക്കോമഡേഷൻ വേണം. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതിങ്ങനെ റാക്കുകളായിട്ടാണോ കിടക്കുന്ന, തട്ടുതട്ടായിട്ട് 3 ടയർ 4 ടയർ ഒക്കെ ബങ്ക് ബെഡ്സ് അല്ലേ? നമ്മൾ ട്രെയിനിൽ കാണുന്നല്ലേ? അതിനൊക്കെ കുറച്ചുകൂടെ അടുത്തായിരിക്കും മാത്രം അല്ലേ? ട്രെയിനിലെ 2 ബെർത്തുകൾക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ചിലപ്പോൾ കാണും. അതെ, അതും എല്ലാം ഒന്ന് അടുപ്പിച്ചിട്ടുണ്ടോ, കുറച്ചുകൂടെ വീതി കുറച്ചായിരിക്കും. ഒരാൾക്ക് വേണേൽ കിടക്കാം, ഒരാൾക്ക് അതിനെ ഇടയ്ക്ക് കൂടെ പോവാം. എന്നിട്ട് സൈഡിൽ മുഴുവൻ ഇതായിരിക്കും. അത് ചെറിയൊരു റൂമിനായിരിക്കും. എന്നിട്ട് അങ്ങനെയാണ് നോർമലി കാണുക. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങള് യൂണിഫോമിന്റെ പ്രത്യേകത എന്താ? ഞങ്ങള് ഡിസ്പോസിബിൾ യൂണിഫോംസ് ഉപയോഗിക്കാം. അത് 2 ടൈപ്പ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് നേവി ആണെന്ന്. ഇപ്പൊ അമേരിക്കൻ നേവിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫുൾ യൂണിഫോം, അവര് നേവി യൂണിഫോം ഉപയോഗിക്കും സബ്മറീനകത്തും. കാരണം അവർക്ക് കുറെ ഈ ന്യൂക്ലിയർ ബോട്ട്സ് ആണെങ്കിൽ എനർജി ഒരു പ്രശ്നമല്ല, പിന്നെ സ്പേസ് പ്രശ്നമല്ല, അപ്പോൾ അവർക്ക് ലോണ്ടറി ഒക്കെ പറ്റും. പക്ഷേ ഡീസൽ ഇലക്ട്രിക് ബോട്ട്സ് ആണെങ്കിൽ ഞങ്ങൾ ഡിസ്പോസിബിൾ യൂണിറ്റ്സ് ആണ്. ഡിസ്പോസിബിൾ ആണ്. ഈ കോവിഡ് കാലത്ത് ഹോസ്പിറ്റലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ മെറ്റീരിയൽ ആണോ? ഞങ്ങൾ പ്യുവർ കോട്ടൺ. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കളയാം. ആരും റാങ്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡെസിഗ്നേഷൻ മാത്രം ഉണ്ടാവും, ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെയും അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. യൂണിഫോം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. എക്സാക്ട്ലി. ശരി. ഈ ഫുഡ് എങ്ങനെയാണ് അതിനകത്തെ രീതി? എങ്ങനെ കൃത്യ സമയമുണ്ടോ? ഇപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാവും. ചില ന്യൂക്ലിയർ ബോട്ട്സിൽ രാത്രി മിഡ് നൈറ്റ് റാറ്റ്സ് എന്ന് പറയും. വെച്ചാൽ മിഡ് നൈറ്റിൽ കൊടുക്കണ റേഷൻ എന്ന് വെച്ചാൽ രാത്രി ഒരു മീലും കൂടി ആഡ് ചെയ്യും. രാത്രി അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ അതിങ്ങനെ ഒരു നിശ്ചിത ഇടവേളയിൽ ഇത് ഫുഡ് ഉണ്ടാവും. 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂറിന്റെ ഇടവേളയിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവര് ഫുഡിന് വരും, അവര് ഡ്യൂട്ടിക്ക് പോവും, പിന്നെ അവര് വേറെ എന്തെങ്കിലും ചെയ്യും. അതായത് ഈ കടലിനടിയിലായതുകൊണ്ട് ഓരോരുത്തരുടെയും ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ളതായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ആരും നോക്കാറില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ ലൈറ്റ് ഇല്ല, ആർട്ടിഫിഷ്യൽ ലൈറ്റിലായിരിക്കും. അപ്പൊ കുറെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു കലണ്ടറിലും വാച്ചിലും നോക്കിയില്ലെങ്കിൽ ദിവസമൊക്കെ അറിയില്ല, തീരെ അറിയില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്, ഒരു ഭീകരാവസ്ഥ പോലെ ചിലപ്പോൾ തോന്നും. അപ്പൊ ആകെ കൂടെ പുറത്ത് കാണുന്നത് ചിലപ്പോൾ പെരിസ്കോപ്പിനകത്ത് കൂടെ ക്യാപ്റ്റനായിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ ഡേ ലൈറ്റ് ഇല്ലല്ലോ അകത്ത്. എത്ര നാൾ വരെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഇതിനകത്ത് വരുന്ന സ്റ്റാഫ്, അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര കാലം ഈ കടലിനടിയിൽ മാത്രമായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ താമസിക്കേണ്ടി വരാറുണ്ട്? ഇതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുങ്ങിക്കപ്പലിലെ ആൾ നുണ പറയും, എല്ലാവരും നുണ പറയണ ഒരു ഇതാണ്. പക്ഷേ നോർമലി പറയുകയാണെങ്കിൽ ഒരു ഡീസൽ ഇലക്ട്രിക് ബോട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലിംഗ് വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു പെട്രോളിന് പോകുമ്പോഴാണ്. പെട്രോൾ എന്ന് വെച്ചാൽ പല റീസൺസിലും പല ദിക്കിലും ഞങ്ങൾ ഡിപ്ലോയിഡ് ആയിരിക്കും. ലോകത്തിലുള്ള എല്ലാ സബ്മറീൻസും വെച്ചാൽ എല്ലാ രാജ്യത്തും എല്ലാവരുടെയും സബ്മറീൻസും ഇത് തന്നെയാണ് ചെയ്യണേ. അതായത് പീസ് ടൈമിലും നിങ്ങൾ കടലിനടിയിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ടാവും. അല്ലേ? ഞങ്ങൾ വളരെ സീക്രട്ട് ലൊക്കേഷൻസിലായിരിക്കാം. ഞങ്ങൾ അപ്പോൾ പല
വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ സമയത്താണ് വേറെ ചില കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നുണ പറയും. അതുകൊണ്ട് ഒരു നുണ പറഞ്ഞോളൂ. ഞങ്ങൾ പലതും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതായത് ഇതൊക്കെ രഹസ്യമാണ്, സീക്രട്ട് ആണ് അല്ലേ? അതായത് പീസ് ടൈമിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഫുള്ളി എൻഗേജ്ഡ് ആണ്, എപ്പോഴും ആക്റ്റീവാണ്, അതെല്ലാം അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ സർവിലൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ മോണിറ്റർ ചെയ്യുക, എനിമിയെ മോണിറ്റർ ചെയ്യുക, അവരുടെ മൂവ്മെന്റ്സ് നോട്ടീസ് ചെയ്യുക, അതൊക്കെയാണ് എല്ലാ നേവിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്രോളിന് പോകുമ്പോഴാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സെയിലിങ്സ് വരിക. അപ്പോൾ അതായത് ഈ തീരത്ത് കൂടെ ഏതാണ്ട് പാരലായിട്ടായിരിക്കോ പെട്രോളിങ്? അല്ല, അത് എവിടെ വേണേലും ആവാം. ഇപ്പോൾ ഒരു അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ചിലപ്പോൾ മിഡ് പാസിഫിക്കിലോ അതുപോലെ അന്റാർട്ടിക്കയുടെ അടുത്തോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എവിടം വരെയൊക്കെ പോകും, എല്ലായിടത്തും പോവാം. അതായത് അവിടെ ഈ കടലിന്റെ ഭൂമിശാസ്ത്ര ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ അമേരിക്കയുടെ തീരത്ത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്താം. അതല്ലേ ഇതിന്റെ ഏറ്റവും ഗുണം. അത് ശരി. ഒരു യുദ്ധക്കപ്പല് പാകിസ്ഥാൻ തീരത്ത് പോയാൽ അത് ആൾക്കാരറിയും, വാർത്തയാകും, നിങ്ങൾ അവിടെ എത്തിയെന്നറിയും, അത് ചിലപ്പം ബന്ധങ്ങൾ മോശമാക്കും. പക്ഷേ ഈ സബ്മറൈൻ ചിലപ്പോൾ അകലെയുള്ളൊരു രാജ്യത്തിൻ്റെ തീരത്തോ അടുത്തോ പോലും പോയിട്ടുണ്ടാവാം എന്നാണ്. എല്ലാ രാജ്യത്തെ സബ്മറീൻസും അതിങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ പോകുന്ന വഴിക്ക് ശത്രു രാജ്യങ്ങളിലെ ഇവരുടെ സബ്മറൈൻസ് അടുത്തൂടെ പോകുന്ന വിവരമൊക്കെ നിങ്ങൾക്ക് കിട്ടില്ലേ? ശരിക്കും ഒരു സബ്മറീനിന് ഏറ്റവും വലിയ ഒരു ആപത്ത് മറ്റേ സബ്മറീനിൽ നിന്നാണ്. പല സമയത്തും കോൾഡ് വാർ ടൈമിൽ പല അമേരിക്കൻ സബ്മറീൻസും റഷ്യൻ സബ്മറീൻസും എന്താ നമ്മൾ അത്ര അടുത്ത് വരെ വന്നിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാന്റെ അടുത്ത് അങ്ങനെ പോയിട്ട് എത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ സബ്മറീനിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു ഓഫീസർ വന്നു. പുറത്തുനിന്നുള്ള ഓഫീസർ സബ്മറീനർ അല്ല, അത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി, മെന്റൽ സ്റ്റെബിലിറ്റി കുറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് തിരിച്ചു വരാനും പറ്റില്ല. മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ലക്ഷണം? ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ചിത്തഭ്രമത്തിന്റെ ഒരു സൂചനയൊക്കെ കാണിച്ചു തുടങ്ങി. എമർജൻസി സിറ്റുവേഷനിൽ ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യും? ഇതിന്റെ ഡേഞ്ചർ ഭയങ്കരമാണ്. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വളരെ ഹൈ ചാൻസ് ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല.